കൊല്ലത്ത് ബസ് കാത്തുനിന്ന അച്ഛനും മകനും പോലീസിന്റെ മർദ്ദനം. കരിക്കോട് സ്വദേശികളായ മുഹമ്മദ് സെയ്ദ്, നാസർ എന്നിവരെ മർദ്ദിച്ചത് കൊല്ലം ഈസ്റ്റ് എസ് ഐ സുമേഷാണ്. നല്ല പ്രൊഫഷൻ ഇടിയാന്ന് തോന്നുന്നു. ഈ പാട് വരാത്ത രീതിയിൽ ഇടിച്ച് അകത്ത് നല്ല ശതം കിട്ടുന്ന പോലെ നല്ല ഇടിച്ചപ്പോൾ എനിക്ക് 2-3 മിനിറ്റ് എനിക്ക് കണ്ണ് ബ്ലറായി. പിന്നെ അവൻ്റെ കഴുപ്പ് കയറുന്ന പോലെ വീണ്ടും ഇടിച്ച്. എന്നിട്ട് പറഞ്ഞ് എൻ്റെ പേര് സുമേഷ് എന്നാ, എനിക്ക് ചെയ്യാൻ പറഞ്ഞ്. എന്നിട്ട് വീണ്ടും വന്ന് പിന്നെ പോലീസുകാർ വെച്ചു കൊടുത്തുന്ന പോലെ തോന്നുന്നു. ആ ഇടിയിൽ വെച്ചു കൊടുത്തുന്ന് തോന്നുന്നു ഇടിക്കാൻ വേണ്ടി. അതുപോലെ വണ്ടി ഏറ്റി ഇറക്കി വാപ്പാടെ എൻ്റെയും ഫോണ്. 4:20 ആയപ്പം വണ്ടി സ്റ്റേഷനിൽ വന്നു. ഞങ്ങൾ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഇറങ്ങി നേരെ കരിക്കോടിന് പോകുന്ന ബസ് സ്റ്റോപ്പിൽ, അതായത് ട്രാഫിക് ബസ് ബേയിൽ നിന്നതാണ്, ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഒരു സിവിൽ ഡ്രസ്സിലെ എസ് ഐയും ഒരു യൂണിഫോം ഇട്ട ഒരു എസ് ഐയും വേറൊരാളും, അത് ഡ്രൈവറാണെന്ന് തോന്നുന്നുണ്ട്, പുള്ളി നമ്മളെ ഒന്നും ചെയ്തില്ല. പുള്ളി നോക്കിക്കൊണ്ട് നിന്നതാണ്. അപ്പോൾ ഓടി ഇങ്ങനെ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് ഊതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്നതാണ്, എൻ്റെ മക്കളാണിത്, ഞാൻ മദ്യപിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, സാറേ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ കോൺഗ്രസിൻ്റെ ഡിവിഷൻ പ്രസിഡൻ്റാണെന്ന് പറയുകയും ഏത് പാർട്ടിയുടെയാണെന്ന് ചോദിച്ച് ചൗക്കുറ്റിക്ക് അടിക്കുകയും അതിനുശേഷം എന്നെ തള്ളി തറയിലിടുകയും അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എണീറ്റ് അപ്പോഴത്തെ 4:15. സംഭവത്തിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസ് ഉപരോധിച്ച് KSU പ്രവർത്തകർ. വിവരങ്ങളുമായി ഷമീറാണ് ചേരുന്നത്. ഷമീർ, കാരണമായിട്ടാണ് ഈ അച്ഛനെയും മകനെയും മർദ്ദിച്ചത് എങ്കിൽ അത് ഏറെ ഗുരുതരമായ സംഭവം തന്നെയാണ്. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ പ്രതിഷേധം ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പോലീസിന്റെ അതിക്രമം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തീർത്ഥാടനം കഴിഞ്ഞ് കൊല്ലം ചിന്നക്കടയിൽ ബസ് കയറാൻ നിന്ന പിതാവിനെയും മകനെയുമാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചത്. പിതാവിനെ മർദ്ദിക്കുന്നത് കണ്ട് SI സുമേഷിനെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മകനും മർദ്ദനമേറ്റത്. എന്തായാലും ഇവരെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി അവിടെയും വെച്ച് ഈ ചെറുപ്പക്കാരനായി മർദ്ദിക്കുകയും ചെയ്തു. ഇയാൾ KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. എന്തായാലും അവരുടെ ഐഡന്റിറ്റി ഉൾപ്പെടെ, പാർട്ടി ഐഡന്റിറ്റി ഉൾപ്പെടെ പറയുമ്പോഴും ഇവർ MDMA കച്ചവടക്കാരാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ KSU ആരോപിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ വലിയ പ്രതിഷേധ പരമ്പര അരങ്ങേറി. ഇതിനുശേഷം കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ ചർച്ചയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഈ സമരം അവസാനിപ്പിച്ചത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥന്റെ മെഡിക്കൽ പരിശോധന അടക്കം നടത്തണമെന്ന് KSU ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ പുലർച്ചെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയ ശേഷം പിന്നീട് ഇതുവരെയും സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഈ ഉദ്യോഗസ്ഥനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി മറ്റെന്തെങ്കിലും മദ്യപാനം അടക്കം ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കും. എന്തായാലും പോലീസിന്റെ ഒരു വിശദീകരണം അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൂടെ പരിഗണിച്ച ശേഷമായിരിക്കും ഉദ്യോഗസ്ഥനെതിരെ നടപടി വരാൻ സാധ്യതയുള്ളത്. സ്വാതി. ശരി ഷമീർ, കൊല്ലത്താണ് ബസ് കാത്തുനിന്ന അച്ഛനും മകനും പോലീസിന്റെ മർദ്ദനമുണ്ടായിരിക്കുന്നത്. കരിക്കാട് സ്വദേശികളായ മുഹമ്മദ് സെയ്ദ്, നാസർ എന്നിവരെയാണ് മർദ്ദിച്ചത്. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അകാരണമായിട്ടാണ് ആ ഒരു മർദ്ദനം എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ KSU പ്രതിഷേധം നടത്തുന്നുണ്ട്.